Hi, welcome to the third lecture of the theory of numbers. Today we are going to study about even and odd integer. അതിന്റെ properties ഒക്കെ നമ്മൾ theorem prove ചെയ്യാൻ പോവാണ്. കുറച്ച് results ഒക്കെ important ആയിട്ടുള്ള results ഒക്കെ. And what do you mean by an even number and even integer and odd integer? എന്ത് പറയാൻ പറ്റും? Even integer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ റിസൾട്ട് പ്രകാരം നമ്മുടെ നേരത്തെ ഡിവിഷൻ അൽഗോരിതം പ്രകാരം എനെ ബി കൊണ്ട് സപ്പോസ് ബി ഈസ് ഈക്വൽ ടു 2 ആണെന്ന് വിചാരിക്കുക. ബി ഈക്വൽ ടു 2 ആണ്. അപ്പം എ ഈക്വൽ ടു 2q പ്ലസ് ആർ എന്നാണോ എല്ലാ നമ്പറിനെയും എഴുതുക. നമ്മൾ ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഈവൺ ഇൻറ്റിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് എന്തായിരിക്കും ആർ ഈക്വൽ ടു ഓൾവേസ് ആർ ഈക്വൽ ടു 0 ആയിരിക്കും. Remainder equal to 0 ആയിരിക്കും. A can be written as some 2 into q. Okay. Any odd integer ആണെങ്കിൽ this is mean by even integer. Even integer can be represented by 2q. Okay. Any even integer can be represented in the form 2q. Right. ഇനി ഓഡ് ഇൻറ്റിജർ ആണെങ്കിൽ ഏത് രീതിയിലാണ് അതിനെ എക്സ്പ്രസ് ചെയ്യാനുള്ളത്? ഓഡ് ഇൻറ്റിജർ ആണെങ്കിൽ നമ്മൾക്ക് ഇതേ രീതിയിൽ എഴുതുവാണെങ്കിൽ എ ഈക്വൽ ടു 2q പ്ലസ് ആർ ആണെങ്കിൽ എങ്ങനെ എഴുതുക? ഇതിന് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി എന്നല്ലേ നമ്മുടെ റിസൾട്ട്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 ആണ്. അപ്പോൾ ഇവിടെ ആർ ലെസ് ദാൻ 2. അപ്പം ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ എന്തേ ഉണ്ടാവുള്ളൂ? 1 ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മുടെ ഫോമാറ്റ് 2q പ്ലസ് 1 ആണ്. റൈറ്റ്, 2q പ്ലസ് 1. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻറ്റിജറിനെയാണ് നമ്മൾ ഓഡ് ഇൻറ്റിജർ എന്ന് വിളിക്കുക. ഓഡ് ഇൻറ്റിജറിനെ എപ്പോഴും നമ്മൾ ഏത് രീതിയിലാണ് ചെയ്യുക? സം 2q പ്ലസ് 1 എന്നുള്ള ഫോമാറ്റിലാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക. റൈറ്റ്. ഇനി ഈ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് റിസൾട്ട്സ് പ്രൂവ് ചെയ്യാനുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പ്രൂവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ക്ലിയർ ആവും. റൈറ്റ്. ദ സം ഓഫ് any two even integers is even. ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യാന്നാണ് നോക്കുന്നത്. സം ഓഫ് എനി ടു ഈവൺ ഇൻറ്റിജർ. അപ്പോൾ നമ്മൾക്ക് എന്തെടുക്കണം? 2 ഈവൺ ഇൻറ്റിജർ എടുക്കണം. 2 നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ A1 എടുക്കുന്നു, A2 എടുക്കുന്നു. അപ്പോൾ ഏത് നമ്പറിന് ഈവൺ ഇൻറ്റിജർ ആണ് നമ്മൾ എന്ത് പറഞ്ഞു? ദിസ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ സം 2q1. ഇനി A2നെ അതേപോലെ തന്നെ എന്തെഴുതാൻ പറ്റും? 2 ഇൻറ്റിജർ ആദ്യം ചൂസ് ചെയ്യുക. ദിസ് ഇസ് ദ ചോയ്സ്. Choose A1 and A2 which is even. Okay, A1 can be represented in the form 2q1, A2 can be represented in the form 2q2. Right? അപ്പോൾ സം ആണ് കാണേണ്ടത്. A1 പ്ലസ് A2നെ എങ്ങനെ എഴുതാൻ പറ്റും? 2q1 പ്ലസ് 2q2 which is equal to 2 into q1 plus q2 ആയി, which is equal to 2 into q1 plus q2 ആയി മാറി. റൈറ്റ്. അതായത് q1 പ്ലസ് q2നെ ഞാൻ അതിനെ സം q3 എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നു, which is equal to 2 into സം q3. where q3 same as q1 plus q2. അപ്പോൾ ഇതും എന്ത് തന്നെയായി? സമ്മും ഏത് 2 into സം ഇൻറ്റിജർ എന്നുള്ള ഫോമാറ്റിലായി മാറി. സോ വിച്ച് ഇസ് എ ഈവൺ ഇൻറ്റിജർ. ഈ രീതിയിലാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. റൈറ്റ്. ഇതേപോലെ തന്നെ ഒന്നും കൂടി പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇടയിലുള്ള കുറച്ച് റിസൾട്ട്സ് ആണ് ഞാൻ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇഫ് ദ സ്ക്വയർ ഓഫ് an integer, if the square of an integer is odd, then the integer is odd. Integer is odd. ഓക്കെ. ദെൻ എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യാന്നുള്ളതാണ് തന്നിരിക്കുന്നത്. എ സ്ക്വയർ ഇസ് ഓഡ്.
എ സ്ക്വയർ ഇസ് ഓഡ് ആണെങ്കിൽ എ എന്ന് പറയുന്നത് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? നമ്മൾ ഓഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾക്ക് ഇത് ചെയ്യുന്നത് നമ്മുടെ നോർമലി ഉള്ള റിസൾട്ട് പ്രകാരം ഇതെന്താണ്? ഇഫ് പി ദെൻ ക്യൂ ആണ്. ഓക്കെ, അതായത് പി ഇംപ്ലൈസ് ക്യൂ ആണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൂവ് ചെയ്യാൻ ദിസ് ഇസ് ഈക്വലൻ ടു എന്താണെന്ന് അറിയാം. നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ആണെന്ന് അറിയാലോ. ഓക്കെ, അതിന്റെ കോൺട്രാപോസിറ്റീവ് എടുക്കുക. അപ്പോൾ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? ഇഫ് n is even, if n is even, then n square is not odd. അതായത് n square is even എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ n even ആണെങ്കിൽ n is equal to sum 2k. ഹിയർ a ആണ് അല്ലേ? a is even, a square is even എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. a is equal to sum 2k എന്ന് എഴുതി. a square is equal to 2k whole square. 2k whole square. 2k whole square. അപ്പോൾ എന്ത് വരും? ഇത് 4k square, അതായത് 2 into 2k square which is equal to sum 2 into k1. അപ്പോൾ എന്ത് കിട്ടി? ദിസ് ഇസ് ഈവൺ ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾക്ക് പ്രൂഫ് കംപ്ലീറ്റ് ആയല്ലോ. ഇത്രയും ഇത് ചെയ്യാനുള്ളൂ, റൈറ്റ്? അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും. ടെക്സ്റ്റിൽ കുറേ റിസൾട്ട്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതേപോലെയുള്ള പ്രൊഡക്റ്റ് ഓഫ് എനി ടു ഈവൻ ഇൻറ്റിജർ ഇസ് ഈവൻ, സം ഓഫ് എനി ടു ഓഡ് ഇൻറ്റിജർ ഇസ് ഈവൻ, product of any two odd integer is odd, sum of an even integer and an odd integer is odd, the product of an even integer and an odd integer is even. ഇങ്ങനെയുള്ള സിമ്പിൾ പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രൂഫ് നിങ്ങൾ കൃത്യമായിട്ട് അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അത് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഷോ ദാറ്റ് the square of any odd integer, the square of any odd integer is of the form 8k plus 1. ഇത് എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾക്ക് നോക്കേണ്ടത്. ഷോ ദാറ്റ് ദ സ്ക്വയർ ഓഫ് എനി ഓഡ് ഇൻറ്റിജർ ഈസ് ഓഫ് ദ ഫോം 8k plus 1 എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഡിവിഷൻ അൽഗോരിതം പ്രകാരം നമ്മൾക്ക് ഇത് പ്രൂവ് ചെയ്യാനുള്ള പ്രത്യേക ടെക്നിക്കാണ്. ബൈ ഡിവിഷൻ അൽഗോരിതം നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈസ് ഓഫ് ദ ഫോം 8k plus 1 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ചൂസ് ചെയ്യുന്നത്. ഏത് ഇൻറ്റിജറും എനി ഇൻറ്റിജർ ഡിവൈഡഡ് ബൈ when divided by 4 അപ്പോൾ എന്തൊക്കെയായിരിക്കും? റിമൈൻഡർ വിൽ ബി എന്തൊക്കെയായിരിക്കും? will be 0, 1, 2, 3. ഇത്രയായിരിക്കും അതിൻ്റെ റിമൈൻഡർ, റൈറ്റ്? അപ്പോൾ എനി ഇൻറ്റിജർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ, അപ്പോൾ ഈ രീതിയിലാണെങ്കിൽ ഏത് ഇൻറ്റിജറിനെയും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാനും പറ്റും. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 4ന് താഴെയുള്ള എല്ലാ ഇൻറ്റിജേഴ്സും ആണ് നമ്മുടെ ഏതിൽ വരിക? റിമൈൻഡറിൽ വരിക. 0യും കൂടി ഇൻക്ലൂഡഡ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഏത് ഇൻറ്റിജറിനെയും നമ്മൾ എനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്ന് എഴുതുന്നത് പോലെ നമ്മൾ ഏത് ഇൻറ്റിജറും എ എന്ന് എടുത്തു കഴിഞ്ഞാലും എനെ ബി കൊണ്ടല്ല ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4q plus r, where r is 0 less than or equal to r less than 4r. Right? r equal to 0, 1, 2, 3. ഇതായിരിക്കും അതിൻ്റെ ഫോമാറ്റ്, റൈറ്റ്? അപ്പോൾ നമ്മൾക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? ദാറ്റ് ഇസ് 4q, r 0 ആകുമ്പോൾ 4q, പിന്നെ 4q plus 1, പിന്നെ എന്താ 4q plus 2, പിന്നെ 4q plus 3. ഇത്രയും 4 ഇൻറ്റിജേഴ്സാണ് നമ്മൾ ഏത് ഇൻറ്റിജറിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം.
നമ്മുടെ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് എനി ഓഡ് ഇൻറ്റിജർ ഈസ് ഓഫ് ദ ഫോം 8k+1. എനി ഓഡ് ഇൻറ്റിജർ ആണ് നമ്മൾക്ക് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഏതാണ് ഓഡ് ഇൻറ്റിജർ എന്ന് നോക്കണം. 4q+1ഉം 4q+3 ആണ് ഓഡ് ഇൻറ്റിജർ. 4q+1, 4q+3 are odd integers. ആയല്ലോ. അപ്പം നമ്മൾക്ക് എങ്ങനെ എഴുതാൻ പറ്റണം നോക്കുക. 4q+1ന്റെ സ്ക്വയർ എടുക്കണം. സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു 16 സ്ക്വയർ പ്ലസ് 8q+1. This is equal to 8 ഇതിൽ നിന്ന് ഔട്ട്സൈഡിൽ എടുക്കുക. 8 into 2q² + q + 1. അതായത് 8q1 + 1 ആണ് കിട്ടുക. ഓക്കെ അല്ലേ? ഇനി അതേപോലെ 4q+3യുടെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 16q² plus 24 എന്നല്ലേ വരിക? 2 into 4 into 3 24q plus 9. അപ്പോൾ എന്ത് വരും? ഇതിന് 16q² plus 24q plus 8 plus 1 എടുത്തു. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതി? ദിസ് ഇസ് ഓഫ് ഫോം 8 ഔട്ട്സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ 16 2q² plus 3q plus 1 plus 1. റൈറ്റ്? ഇതിന് ഞാൻ q2 എന്ന് കോൾ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 8q2 plus 1. റൈറ്റ്? q2 ഒന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ടെക്സ്റ്റിലുള്ള അതേപോലെ തന്നെ എഴുതാം. ദാറ്റ് ഈസ് 8 into some multiple plus 1. So any odd integer can be represented in the form 8k+1. അത് പ്രൂഫായി. റൈറ്റ്? അപ്പോൾ ഏത് ഓഡ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ 4q+1 ആവാം, അല്ലെങ്കിൽ 4q+3 ആവാം. അത് ഏത് ഓഡ് ഇൻറ്റിജറിനെയും എല്ലാ ഓഡ് ഇൻറ്റിജറിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ ഇത് പ്രൂഫായി. ഇനി രണ്ടാമത്തെ പ്രൂഫിൽ ഷോ ദാറ്റ് cube of any integer is of the form 7k or 7k plus or minus 1. Okay, next ഇതിൽ let a be any integer. നമ്മൾ ചെയ്യുന്നത് ബൈ ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് a divided by 7 ആക്കുന്നു. നേരത്തെ by 4 ആണ്. അപ്പോൾ any integer is of the form എന്ത് പറയാൻ പറ്റും? 7q, 7q plus 1, 7q plus 2, 7q plus 3, 7q plus 4, 7q plus 5, 7q plus 6. ക്യൂബ് ഓഫ് എനി ഇൻറ്റീജർ ആണ്, ഓഡ് ഇൻറ്റീജർ ഒന്നല്ല. അപ്പോൾ എല്ലാത്തിൻ്റെയും ക്യൂബ് എടുത്തിട്ട് അതിനെ 7kയോ 7k+1ഓ 7k-1ഓ ആക്കി മാറ്റാം. അപ്പോൾ 7q എടുത്തു കഴിഞ്ഞാൽ 7q ഹോൾ ക്യൂബ് എടുത്തു. ഓക്കെ, ഇവിടെ കെയും ക്യൂ ഒക്കെ മാറിയിട്ടുണ്ട്. 7 ക്യൂബ് ക്യൂ ക്യൂബ് 7 into 7 സ്ക്വയർ ക്യൂബ്. ഇതിന് കെ ആയിട്ട് കോൾ ചെയ്യുക. 7k ഫോർമാറ്റിലാണ് ഇവിടെ ഉള്ളത്. റൈറ്റ്? ഇനി 7q+1 ഹോൾ ക്യൂബിന് 7 ക്യൂബ് ക്യൂബ് പ്ലസ് 3 into 7 സ്ക്വയർ ക്യൂ പ്ലസ് 3 into 7q plus 1 എന്ന് എഴുതി. ഈ ഇവിടുന്ന് ലാസ്റ്റ് ടേം തൊട്ട് മുന്നിലത്തെ ടേം വരെയുള്ള 7 ഔട്ട്സൈഡിലെടുത്തു പ്ലസ് 1. അപ്പോൾ ഇത് ഏത് ഫോമാറ്റിൽ കിട്ടി? 7q+1 ഫോമാറ്റിൽ കിട്ടി. അതേപോലെ ബാക്കിയുള്ളതൊക്കെ ഈ ഫോമാറ്റിലാണ് കിട്ടുക. 7q+2 ഹോൾ ക്യൂബ് അതിൻ്റെ ക്യൂബാണ് കേട്ടോ. ക്യൂബ് ഇതിൻ്റെ എല്ലാം ക്യൂബ് ഏത് രീതിയിലാണ് കിട്ടുക എന്നുള്ളതാണ്. 7q+5 ഹോൾ ക്യൂബ് 7q+6 ഹോൾ ക്യൂബ് ഇതെല്ലാം ഈ ഫോമാറ്റിലാണ് അതൊക്കെ വരിക. റൈറ്റ്? അതൊന്ന് ചെയ്ത് വിട്ടാൽ മതി. ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.